നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള ലിഥിയം ബാറ്ററി വന്നിട്ടുണ്ട് കേട്ടോ. 230 AH ആണ് ഇതിന്റെ കപ്പാസിറ്റി വരുന്നത്. നമുക്കതേ ചെറിയ സ്പേസിൽ എവിടെ വേണേലും വെക്കാം. ഇതിന്റെ വെയിറ്റ് വരുന്നത് 4 കിലോ 200 ഗ്രാം ആണ് ഇതിന്റെ വെയിറ്റ് വരുന്നത്. നമ്മളിവിടെ എടുത്തിരിക്കുന്നത് 2 ബോക്സ് ആണ്. ഈ ഓരോ ബോക്സിലും 8 സെല്ല് വെച്ചാണ് നമുക്ക് ഈ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് നല്ല സേഫ്റ്റി ആയിട്ട്, അതായത് ഇതിനെ പ്രത്യേകിച്ച് ഡാമേജുകളൊന്നും വരാതിരിക്കാൻ വേണ്ടി നല്ല ക്വാളിറ്റി തന്നെയാണ് ഇത് പാക്ക് ചെയ്ത് വരുന്നത്. 8 പീസാണ് ഇതിനകത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. ഓരോ സെല്ലിനും ഏകദേശം 4 കിലോ 200 ഗ്രാമിനടുത്ത് വെയിറ്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ ടെർമിനലൊക്കെ നല്ല ക്വാളിറ്റിയുള്ള ടെർമിനലാണ് തന്നിരിക്കുന്നത്. അതുപോലെ 2 ബോൾട്ട് ഇട്ട് ടൈറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് അവർ കൊടുത്തിട്ടുണ്ട്. സെൻട്രലിൽ തന്നെ സേഫ്റ്റി ഉണ്ട്. അതുപോലെ തന്നെ ലെഫ്റ്റും റൈറ്റും ആണ് അതിന്റെ പ്ലസ് ഓർ മൈനസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റി തന്നെയുള്ള ഒരു ബാറ്ററിയാണ് കേട്ടോ. ഇത് 230 AH ആണ് ഈ ഒരു ബാറ്ററിയുടെ കപ്പാസിറ്റി. അപ്പൊ നമുക്ക് 100 AH ബാറ്ററികൾ നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. ആവശ്യക്കാർക്ക് ഇത്, അതായത് ബാറ്ററി ആവശ്യമുള്ളവർക്കും ഇതിന്റെ BMS ആവശ്യമുള്ളവർക്കൊക്കെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പൊ നമുക്കിത് കൊറിയർ ചെയ്ത് തരുന്നതായിരിക്കും നിങ്ങൾക്ക്. അപ്പൊ ഇതിന്റെ ബാറ്ററികളൊക്കെ എന്ന് പറഞ്ഞാൽ 4 പീസായിട്ട് നമുക്ക് അസംബിൾ ചെയ്യാം. അതുപോലെ തന്നെ 8 പീസായിട്ട് അസംബിൾ ചെയ്യാം, 16 പീസായിട്ട് അസംബിൾ ചെയ്യാം. ഇതിന്റെ ഓരോന്നിന്റെ വെയിറ്റ് വരുന്നത് 4 കിലോ 200 ഗ്രാമിനടുത്ത് വെയിറ്റ് ഉണ്ട്. അപ്പൊ നമുക്ക് എത്ര യൂണിറ്റ് ആണ് സ്റ്റോറേജ് വേണ്ടത്? ഇപ്പൊ 4 ബാറ്ററി നമ്മൾ ഒന്നിച്ച് സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം 3 യൂണിറ്റോളം സ്റ്റോറേജ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ബാറ്ററികളൊക്കെ അസംബിൾ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള അക്സസറീസുകൾ, അതുപോലെ തന്നെ ക്വാളിറ്റിയുള്ള JBD, അതുപോലെ തന്നെ ഡാലി, JK അങ്ങനെയുള്ള ബ്രാൻഡുകളുടെയൊക്കെ BMSും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഇതിന്റെ എത്ര ആംബിയർ ആണ് നിങ്ങൾക്ക് ഈ BMSന് വേണ്ടത്, അതുപോലെയൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് കറക്റ്റായിട്ടുള്ളത് നിങ്ങൾക്ക് അയച്ചു തരുവാനായിട്ട് സാധിക്കും. അതുപോലെ ഏത് ക്വാളിറ്റിയിലാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് പറഞ്ഞാൽ മതി. അതുപോലെ ഇതിൻ്റെ കേബിൾസുകൾ, സെൻസറുകൾ, അതുപോലെ പുഷ് ബട്ടന്, അങ്ങനെയുള്ള എല്ലാ ഐറ്റങ്ങളും, എല്ലാ ക്വാളിറ്റിയുള്ള ഐറ്റങ്ങളും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. അപ്പം നമ്മുടെ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. വാട്സാപ്പിനകത്ത് മെസ്സേജ് അയച്ചാൽ കൂടുതലായിട്ടുള്ള ഫോട്ടോയും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഷെയർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കയ്യിൽ ഇപ്പം സെയിൽ ചെയ്യാനായിട്ട് ഇപ്പം നിലവിൽ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെയൊക്കെ ബാറ്ററിക്ക് നമുക്ക് ടെർമിനൽ കൊടുക്കാനുള്ളത്, അതായത് ഏത് ആംബിയറിലാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റിയുള്ള ടെർമിനൽ നമുക്ക് നമ്മുടെ കയ്യിൽ ഇപ്പോൾ സ്റ്റോക്ക് ഉണ്ട്. പ്ലസ് ഓർ മൈനസ് അടിപൊളിയായിട്ടുള്ള സാധനമുണ്ട് കേട്ടോ. നല്ല ക്വാളിറ്റിയിൽ നല്ല അതിൻ്റെ എല്ലാ അക്സസറീസും നമ്മുടെ കയ്യിൽ ഇപ്പം അവൈലബിൾ ആണ്. ഇതുപോലെയുള്ള ലിഥിയം ബാറ്ററികൾ 8 എണ്ണം വെച്ചാൽ 6 യൂണിറ്റിനടുത്ത് നമുക്ക് സ്റ്റോറേജ് ആണ് ഇതിനകത്തുള്ളത്. അപ്പം ലിഥിയം ബാറ്ററി സംബന്ധിച്ചുള്ള ഏത് സംശയങ്ങൾക്കും എന്ത് ആവശ്യങ്ങൾക്കും നിങ്ങൾക്ക് ഇതുപോലെയുള്ള ലിഥിയം ബാറ്ററി ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ ഉണ്ട്, കോൺടാക്ട് ചെയ്താൽ വാട്സാപ്പിനകത്ത് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ അക്സസറീസിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഞങ്ങൾ നൽകുന്നതാണ്. ലെഡ് ആസിഡ് ബാറ്ററി അപ്പോൾ 4 എണ്ണം വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടെ അതിന്റെ വെള്ളം ഒഴിക്കണം. അപ്പൊ അങ്ങനെ മെയിൻ്റെനൻസ് ഒക്കെ ചെയ്യണം. അതുപോലെ തന്നെ ഇതിന്റെ ടെർമിനലിൽ ക്ലാവ് ഒക്കെ പിടിക്കാൻ സാധ്യതയുണ്ട്. ഏതാ ലെഡ് ആസിഡ് ബാറ്ററിയിൽ. അപ്പോൾ നമ്മുടെ ഈ ലിഥിയം ബാറ്ററി ആകുമ്പോൾ നമുക്ക് അതൊന്നുമില്ല. ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മെയിൻ്റെനൻസ് ഫ്രീ ആണ്. അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. ഇതെന്ന് പറഞ്ഞാൽ 230 AH ആണ് ഈ ഒരു സെല്ലിന്റെ കപ്പാസിറ്റി വരുന്നത്. 3.2 ആണ് വോൾട്ടേജ് വരുന്നത്. ഈ ഒരു 4 ലിഥിയം ബാറ്ററി വെച്ചിട്ട് നമുക്ക് 3 യൂണിറ്റ് നമുക്ക് സ്റ്റോറേജ് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് ഈ 4 സെല്ല് ഉപയോഗിച്ച് നമുക്ക് 3 യൂണിറ്റ് സ്റ്റോറേജ്. നമ്മുടെ വലിയ ബാറ്ററിക്ക് പകരം നമ്മൾ ഇതേപോലെ 4 ബാറ്ററി വെച്ചാൽ നമുക്ക് എത്ര യൂണിറ്റ് സ്റ്റോറേജ് ചെയ്യാൻ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അതുപോലെ തന്നെ ഈ 8 പീസ് നമ്മൾ ഇതിനെ ഒന്നിച്ച് വെച്ചിട്ട് സെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 6 യൂണിറ്റ് നമുക്ക് സ്റ്റോറേജ് ചെയ്യാനായിട്ട് സാധിക്കും. വീട്ടിലെ 2 വലിയ ബാറ്ററിക്ക് പകരം ഇതുപോലെ നമ്മൾ 8 സെല്ല് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 6 യൂണിറ്റ് കറണ്ട് ഇതിനകത്ത് സ്റ്റോർ ചെയ്ത് ഉപയോഗിക്കും. ഈ 16 പീസ് വെച്ചിട്ട് നമ്മൾ ഒരു സിസ്റ്റം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പകൽ സമയങ്ങളിലായാലും AC ഒക്കെ സിമ്പിളായിട്ട് ഓടിക്കാം. അതുപോലെ തന്നെ ഈ ഒരു 16 ബാറ്ററിയിൽ നമുക്ക് 12 യൂണിറ്റോളം സ്റ്റോറേജ് ഉണ്ട് ഇതിനകത്ത്, ഈ ഒരു 16 ബാറ്ററി വെച്ചിട്ട്. അപ്പൊ നമ്മുടെ വലിയ ബാറ്ററികൾക്ക് പകരം ഇതുപോലെ ഇത്ര ഒരു ബാറ്ററി വെച്ചാൽ നമുക്ക് എത്ര യൂണിറ്റ് ആണ് സ്റ്റോറേജ് കിട്ടുന്നതെന്ന് അറിയാമല്ലോ, 12 യൂണിറ്റ്. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു 16 ബാറ്ററിക്ക് പകരം നമ്മുടെ സാധാരണ ബാറ്ററി ആണ് 4 ബാറ്ററി വെക്കണം. അപ്പം നമ്മുടെ 2 ബാറ്ററി വെക്കുന്ന സ്പേസ് മതി ഈ ഒരു ബാറ്ററി സെറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മുടെ ഈ ലിഥിയം ബാറ്ററി ആകുമ്പോൾ നമുക്ക് അതൊന്നുമില്ല. ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മെയിൻ്റെനൻസ് ഫ്രീ ആണ്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വീഡിയോ കണ്ടതിന് നന്ദി.